നമസ്കാരം. മാത് വി +1 +2 ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നാളെ +1 പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ റിവിഷൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. മുകളിൽ ഐ ടാബിൽ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസിന്റെ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കാണാം. അത് നോക്കി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം, ഇൻസേർട്ട് 3 numbers between 1 and 256 so that the resulting sequence is a GP. ഇത് 2023 മാർച്ചിൽ ചോദിച്ച ചോദ്യമാണ്. നമുക്ക് ഇവിടെ GP മാത്രമേ, ജോമെട്രിക് പ്രോഗ്രഷൻ മാത്രമേ പഠിക്കാനുള്ളൂ അല്ലെ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഇല്ല. അപ്പോൾ ഇതിൽ നിന്നും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ ടേം 1 ആണ്, പിന്നെ രണ്ടാമത്തെ ടേം നമുക്കറിയില്ല, അത് A2 എന്നെടുക്കാം. മൂന്നാമത്തെ ടേം A3, നാലാമത്തെ ടേം A4, അഞ്ചാമത്തെ ടേം ആണ് A5 ആണ് ഇവിടെ എന്തായിട്ട് വന്നിട്ടുള്ളത്, 256 ആയിട്ട് വന്നിട്ടുള്ളത്. ഇത് എത്രയാണ്? A1. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടേം നമുക്ക് A ആണെന്ന് അറിയാം. A ജോമെട്രിക് പ്രോഗ്രഷന്റെ ഫസ്റ്റ് ടേം A എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആണ്. കോമൺ റേഷ്യോ നമുക്ക് അറിയാത്തത്, അത് 6 ആണ്. A5 എന്ന് പറഞ്ഞാൽ എന്താ എഴുതുക നമ്മൾ? A6⁴ എന്ന് എഴുതും അല്ലെ. അത് എത്രയാന്ന് തന്നിട്ടുണ്ട്? 256 ആണെന്ന് തന്നിട്ടുണ്ട്. ശരിയല്ലേ? A1 ആയതുകൊണ്ട് 6⁴ എന്ന് പറയുന്നത് എന്തായിരിക്കും? 256 ആയിരിക്കും. ശരിയല്ലേ? ഇനി 6⁴ 256 ആവുന്നത് എപ്പോഴാണ്? 256 എന്ന് പറഞ്ഞാൽ 16 × 16, 16ന്റെ സ്ക്വയർ ആണ് 256 അല്ലെ. കാൽക്കുലേറ്റർ ചെയ്താൽ നിങ്ങൾക്ക് വേഗം കിട്ടും. ഈ 16നെ നമുക്ക് 4ന്റെ സ്ക്വയർ ആയിട്ട് എഴുതാം. ശരിയല്ലേ? 4ന്റെ സ്ക്വയർ × 4ന്റെ സ്ക്വയർ, അതായത് 4⁴ ആണ് 256. അപ്പോ ഇവിടെ 6ന്റെ വാല്യൂ എന്ത് കിട്ടും? നമുക്ക് 4 എന്ന് കിട്ടും. 4⁴ ആണ് 256 എന്നുള്ളത്. 6 നമുക്ക് 4 ആയിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? A2 എന്ന് പറഞ്ഞാൽ A6 എടുത്താൽ മതി. ദാറ്റ് ഇസ് 1 × 4 ദാറ്റ് ഇസ് ഈക്വൽ ടു 4 എന്ന് വരും. ഇനി അതിന്റെ കൂടെ വീണ്ടും 4 കൂട്ടിയാൽ മീൻസ് മൾട്ടിപ്ലൈ ചെയ്താൽ തേർഡ് ടേം കിട്ടും. AR² നമുക്ക് വേണേൽ എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു 1 × 4² ദാറ്റ് ഇസ് ഈക്വൽ ടു 60. അല്ലെങ്കിൽ 4ന്റെ കൂടെ 4 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. A3 എന്ന് പറയുന്നത് AR³ ദാറ്റ് ഇസ് 1 × 4³ ദാറ്റ് ഇസ് ഈക്വൽ ടു 64 എന്ന് കിട്ടും അല്ലെ. അപ്പൊ ആ 3 നമ്പേഴ്സ് ഏതൊക്കെയാ? 4, 16, 64. 1, 4, 16, 64, 256. ഇതാണ് നമ്മുടെ ആ 5 ടേമുകൾ. ക്ലിയർ അല്ലേ? 4 മാർക്കിന്റെ ചോദ്യമാണിത്. ഷുവറായിട്ടും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ദ ഫിഫ്ത്ത് ടേം ഓഫ് ദ സീക്വൻസ് whose nth term is an equal to n × n+2. an എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുള്ളത് n × n+2 ആണ്. ഇതിന്റെ ഫിഫ്ത്ത് ടേം ആ കണ്ടുപിടിക്കാൻ പറഞ്ഞു. A5 എന്ന് പറഞ്ഞാൽ എന്താ എഴുതാ? 5 × 5 + 2 അല്ലെ. 5 × 7 35. 5 × 7 35. 1 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. അതേ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഫോർ വാട്ട് വാല്യൂസ് ഓഫ് x the numbers 4/3, x and 3/4 are in geometric progression. അതായത് 3 നമ്പറുകൾ ജോമെട്രിക് പ്രോഗ്രഷനിൽ ആവുക എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? ഇതിനെ കൂടെ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്താലാണ് x കിട്ടുക. എക്സിന്റെ കൂടെ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്താലാണ് 3/4 കിട്ടുക അല്ലെ. അപ്പൊ നമുക്ക് ആ റേഷ്യോസ് സിമിലർ ആയിട്ടിരിക്കാം. അതായത് സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് തേർഡ് ടേം ബൈ സെക്കൻഡ് ടേം ആണെന്ന് എടുക്കാം അല്ലെ. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, x/4/3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3/4/x ആയിരിക്കും. ശരിയല്ലേ? ഇതിലെ 3 മുകളിലോട്ട് പോകും. 3x/4 ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ 3/4x എന്ന് കിട്ടുകയും ചെയ്യും അല്ലെ. ഈ 3 കട്ട് ചെയ്ത് കളയാം, x കട്ട് ചെയ്ത് കളയാം. നിങ്ങോട്ട് കൊണ്ടുപോയാൽ x² is equal to 1, x equal to ±1 എന്ന് വരും അല്ലെ. √1 ±1 വരും. എക്സിന്റെ വാല്യൂ 1 ആണെങ്കിലും +1 ആണെങ്കിലും -1 ആണെങ്കിലും ഇതെന്താണ്? ജോമെട്രിക് പ്രോഗ്രഷനിലെ ടേമുകളാണ്. ശരിയല്ലേ? മൂന്നാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്തത്. നാലാമത്തെ ചോദ്യം നോക്കൂ. Find the nth term of the geometric progression. √3, 3, 3√3 etc. അപ്പൊ ഫസ്റ്റ് ടേം നമുക്ക് നേരിട്ട് കണ്ട മനസ്സിലാക്കാം. √3 ആണ്. 6 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം എടുത്താൽ മതി. ദാറ്റ് ഇസ് ഈക്വൽ ടു 3/√3 ചെയ്യുക. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താ വരിക? √3 എന്നാ വരിക അല്ലെ. 3നെ നമുക്ക് √3 × √3 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ √3, √3 കട്ട് ചെയ്ത് പോകും. 6 = √3. ഇവിടുത്തെ ജനറൽ ടേം എന്ന് പറഞ്ഞാൽ nth ടേം a എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? നമ്മൾ AR⁻n−1 എഴുതാം അല്ലെ. ജോമെട്രിക് പ്രോഗ്രഷൻ ആയതുകൊണ്ട് √3 × √3⁻n−1 എന്നാണ് എഴുതുക. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും നോക്കിയേ? √3⁻n എന്ന് എഴുതാം. അപ്പൊ nth ടേം √3⁻n ആണ്. 2 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഇത് സിമ്പിൾ ആണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇത് എല്ലാ തവണയും ചോദിക്കാറുണ്ട്. ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. Find the sum of the sequence 8 + 888 + 888 + etc. up to n terms.
അപ്പൊ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് 8 പ്ലസ് 88 പ്ലസ് 888 പ്ലസ് എക്സെട്ര n ടേംസിന്റെ സമ്മാണ് അല്ലെ. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇതിൽ നിന്ന് 8 പുറത്തേക്ക് എടുക്കാം. 1 പ്ലസ് 11 പ്ലസ് 111 പ്ലസ് എക്സെട്ര അങ്ങനെ പോകും. ഇതിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. 8/9 ഇതിന്റെ കൂടെ എല്ലായിടത്തും 9 മൾട്ടിപ്ലൈ. അപ്പൊ 9 99 999 എക്സെട്ര n ടേംസ് ആണ് ഉണ്ടാവുക അല്ലെ. 8/9 ഇൻറ്റു 9നെ നമുക്ക് 10 മൈനസ് 1 എന്ന് എഴുതാം. 99നെ 100 മൈനസ് 1 എന്ന് എഴുതാം. അങ്ങനെ 999നെ 1000 മൈനസ് 1 എന്ന് എഴുതാം. അങ്ങനെ എക്സെട്ര പോകും അല്ലെ, n ടേംസ് വരെ പോകും. ദാറ്റ് ഈസ് 8/9 ഇൻറ്റു 10 പ്ലസ് 100 പ്ലസ് 1000 പിന്നെ പ്ലസ് എക്സെട്ര അങ്ങനെ പോകും. പിന്നെ നെഗറ്റീവ് 1കൾ എത്ര ഉണ്ടാവും? n ടേംസ് ഉണ്ടാവും അല്ലെ. അപ്പൊ -1 ഓക്കെ, -1 -1 -1 എന്ന് പറഞ്ഞിട്ട് n ടേംസ് ഉണ്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 8/9. ഇത് അരിത്തം ജോമെട്രിക് പ്രോഗ്രഷൻ അല്ലെ. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ a ആണ്. കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 10 ആണ് 100 അല്ലെ. 100 ഇൻറ്റു 10 ആണ് 1000. അപ്പൊ കോമൺ റേഷ്യോ 6 എത്ര വരിക? 10 ആണ് വരിക. അപ്പോൾ ഇതിന്റെ സമ്മ n ടേംസിന്റെ സമ്മ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ നമ്മൾ യൂസ് ചെയ്യുക? Sn ഈക്വൽ ടു AR⁻n - 1 ബൈ R-1 എന്ന് പറഞ്ഞ ഫോർമുല യൂസ് ചെയ്യുക അല്ലെ. അപ്പൊ അതിവിടെ യൂസ് ചെയ്താൽ 10 ഇൻറ്റു 10⁻n-1 ബൈ 10-1 എന്ന് പറഞ്ഞാൽ 9 എന്ന് കിട്ടും. ശരിയല്ലേ? പിന്നെ ഇത് n വൺസ് ഉണ്ടാവും. ഓക്കെ, ഇത്രയും കിട്ടും. ശരിയാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 8 നമുക്ക് ഈ ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 80/9 ഇൻറ്റു 9 81 അല്ലെ, ഇൻറ്റു 10⁻n-1 ഡിവൈഡഡ് ബൈ മൈനസ് ഈ 8/9 മൾട്ടിപ്ലൈ ചെയ്താൽ 8n/1 അങ്ങനെ കിട്ടും. ഇതായിരിക്കും ഇതിന്റെ ആൻസർ. ക്ലിയർ അല്ലേ? ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. എല്ലാ ടേമിന്റെയും ഒരേ പാറ്റേൺ ആണ് കിട്ടുക കേട്ടോ. ഒരേ ടൈപ്പ് ആണ് ഇതിനകത്ത് വരിക. 5ാമത്തെ ചോദ്യം നമ്മൾ പറഞ്ഞു. അത് അടുത്തത് 6ാമത് നോക്കൂ. ഇതേപോലെ തന്നെയാണ് അല്ലെ, സെയിം ടൈപ്പ് ആണ്. ഇപ്പോൾ 7 പ്ലസ് 77 പ്ലസ് 777 പ്ലസ് എക്സെട്ര ഇതിന്റെ സമ്മ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 7 ഔട്ട് സൈഡ് എടുക്കുക. 1 പ്ലസ് 11 പ്ലസ് 111 പ്ലസ് എക്സെട്ര എന്ന് വരും. ഇനി ഇതിനകത്ത് 9 മൾട്ടിപ്ലൈ ചെയ്യുക, 9 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ താഴെ 9 ഉണ്ട്, ഡിവൈഡ് ചെയ്യുന്നത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഓരോ ടേമിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക കേട്ടോ. 99 999 പ്ലസ് എക്സെട്ര n ടേംസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 7/9 ഇൻറ്റു ഈ 9നെ 10 മൈനസ് 1 എന്ന് എഴുതും. 99നെ 100 മൈനസ് 1, 999 1000 മൈനസ് 1 പ്ലസ് എക്സെട്ര അങ്ങനെ പോകും. നേരത്തെ എഴുതിയ അതേ പ്രൊസീജിയർ തന്നെയാണ്. 7/9 ഇൻറ്റു 10 പ്ലസ് 100 പ്ലസ് 1000 പ്ലസ് എക്സെട്ര പിന്നെ -1 ഒരു n ടേംസ് ഉണ്ടാവും. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിനെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ജോമെട്രിക് പ്രോഗ്രഷൻ ഉപയോഗിച്ച് മാറ്റുക. 10 ഇൻറ്റു 10⁻n-1 ബൈ 9 വരും. ഇനി മൈനസ് n ടൈംസ് അല്ലെ, n ടൈംസ് 1 ഉണ്ടാവും. മൾട്ടിപ്ലൈ ചെയ്താൽ 70/81 10⁻n-1 ഇൻറ്റു ഓർ മൈനസ് 7/9 അല്ലെ. ഇതായിരിക്കും നമ്മുടെ ആൻസർ. 4ാമത്തെ ചോദ്യമാണിത്. അതുപോലെ തന്നെ നമ്മുടെ മാത്ലി ലേണിംഗ് ആപ്പിൽ കീം 2024 എൻട്രൻസ് മാത്തമാറ്റിക്സിന്റെ ബാച്ച് ഏപ്രിൽ 1-ാം തീയതി ആരംഭിക്കുന്നുണ്ട്. നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. കംപ്ലീറ്റ് ലൈവ് സെഷൻസും PYQ ഡിസ്കഷനും റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണിത്. ഡൗട്ടുകൾക്ക് അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8943921124 എന്ന് പറഞ്ഞ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തത് 6ാമത്തെ ചോദ്യമാണ്. 7ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. The fourth term of the geometric progression is the square of its second term and the first term is -3. Determine the 7th term. A എന്ന് പറയുന്നത് -3 ആണ് തന്നിട്ടുണ്ട് ഫസ്റ്റ് ടേം അല്ലെ. ഇനി ഫോർത്ത് ടേം A4 എന്ന് പറയുന്നത് സെക്കൻഡ് ടേമിന്റെ സ്ക്വയർ ആണ്, A2ന്റെ സ്ക്വയർ ആണ്. ഈ ഫോർത്ത് ടേമിനെ നമ്മൾ ജോമെട്രിക് പ്രോഗ്രഷനിൽ എങ്ങനെ എഴുതും? AR³ എന്ന് എഴുതും. ദാറ്റ് ഈസ് ഈക്വൽ ടു AR സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ AR ആണ് അല്ലെ, അതിന്റെ സ്ക്വയർ. ശരിയല്ലേ? That is AR³ equal to A² R². ശരിയല്ലേ? ഇവിടുന്ന് ഒരു A കട്ട് ചെയ്ത് കളയാം. A എന്ന് പറഞ്ഞാൽ -3 തന്നിട്ടുണ്ട്, എന്നാലും ഒരു A കട്ട് ചെയ്ത് കളയുള്ളൂ. പിന്നെ ഇവിടെ R² കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇവിടെ എന്ത് ബാലൻസ് കിട്ടും? R is equal to A എന്ന് കിട്ടും. R is equal to A എന്ന് കിട്ടും. What is R then? R is -3. R എന്താണ്? -3 ആണ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 7th ടേം അല്ലെ. 7th ടേം എന്ന് പറഞ്ഞാൽ A7. That is AR⁻6 എന്ന് പറഞ്ഞാൽ -3 ഇൻറ്റു -3⁻6 എന്ത് വരും? -3⁻7 എന്ന് നമുക്ക് കിട്ടും.
അല്ലെ. -3�7 ആണ് ഇവിടുത്തെ 7th ടേം. ക്ലിയർ ആണല്ലോ. 7ാമത്തെ ചോദ്യം. 8ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. How many terms of the geometric progression 3, 3/2, 3/4, etc. needed to give the sum 3069 by 512? അപ്പോൾ 3 plus 3/2 plus 3/4 plus etc. nth ടേം ഉണ്ടാവുമല്ലോ. അങ്ങനെ എത്ര ടേം കൂട്ടിയാലാണ് 3669/512 ആവുക എന്നാ ചോദിക്കുന്നത്. ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 3 ആണ്. കോമൺ റേഷ്യോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 3നെ 3/2 ആക്കാൻ 1/2 കൊണ്ട് ഗുണിക്കുക ചെയ്യുക അല്ലെ. 3/2നെ 3/4 ആക്കാൻ വീണ്ടും 1/2 കൊണ്ട് ഗുണിക്കുക ചെയ്യുക. അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ 1/2 ആണ്, വിച്ച് ഇസ് ലെസ് ദാൻ 1. അപ്പൊ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? a into 1 minus r raised to n by 1 minus r. ലെസ് ദാൻ 1 ആയതുകൊണ്ടാണ് കേട്ടോ. 3069/512. എയുടെ വാല്യൂ 3 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3 into 1 minus 1/2 raised to n by 1 minus 1/2. 3069/512. ശരിയല്ലേ? ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യണം. ഇവിടെ 1/2 കിട്ടും. ആ 2നെ നമുക്ക് മുകളിലോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി കേട്ടോ. മുകളിലുള്ള 2 തന്നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യും താഴോട്ട്. അപ്പൊ എന്താ കിട്ടും നോക്കൂ. 3 into 1 minus 1/2 raised to n is equal to 3069 ഈ താഴെയുള്ള 2 ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ ഡിനോമിനേറ്ററിലാണ് വരിക കേട്ടോ. ഡിനോമിനേറ്ററിൽ 1024 എന്ന് കിട്ടും. ഓക്കെ, ഇതിനെ 3 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1023 എന്ന് കിട്ടും അല്ലെ. അപ്പോ 1 minus 1/2 raised to n എന്ന് പറയുന്നത് 1023/1024 ആണ്. നമുക്ക് ഇതിനെ ഇങ്ങോട്ടും ഇതിനെ പുറത്തേക്കും കൊണ്ടുവരാം. അപ്പൊ എന്താ കിട്ടും നോക്കിക്കേ. 1 minus 1023/1024 സമം 1/2 raised to n. ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ 1024 മൈനസ് 1023 1 അല്ലെ. 1 ആണ് കിട്ടുക. ഞാനിവിടെ 1 എഴുതാം. 1/1024 സമം 1/2 raised to n. ഈ 1024 എന്ന് പറഞ്ഞാൽ 2 raised to 10 ആണ് അല്ലെ. അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടുള്ളൂ? n equal to 10 ആണെന്ന് കിട്ടും അല്ലെ. എന്നിന്റെ വാല്യൂ 10 ആണ്. n ആയിരുന്നു നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. എത്ര ടേമുകൾ വേണം? 10 ടേമുകൾ ഉണ്ടെങ്കിൽ സമ്മ നമുക്ക് 3069/512 എന്ന് എഴുതാം. 8ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തേ. 9ാമത്തെ ചോദ്യം നോക്കൂ. നേരത്തെ ചെയ്ത അതേ ടൈപ്പ് തന്നെയാണ്. 33 plus 333 plus etc. up to n terms. 3 outside എടുക്കുക. 1 plus 11 plus 111 plus etc. ഇങ്ങനെ വരും. 3/9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. താഴെയും മുകളിലും 9 plus 99 plus 999 plus etc. അങ്ങനെ കിട്ടും. ഇത് 3/9 into 10 minus 1 plus 100 minus 1 plus 1000 minus 1 plus etc. അങ്ങനെ പോവും. That is again 3/9 into 10 plus 100 plus 1000 plus etc. അങ്ങനെ പോകുന്നു. മൈനസ് 111 n ടൈംസ്. അപ്പൊ n നമുക്ക് നേരിട്ട് ഇവിടെ എഴുതാം. ഇനി ഇതിനെ സമ്മ യൂസ് ചെയ്യാം. 3/9 into 10 into 10 raised to n minus 1 by 10 minus 1 അല്ലെ. ഇതാണ് ഇക്വേഷൻ. മൈനസ് n മൾട്ടിപ്ലൈ ചെയ്താൽ 30/81 10 raised to n minus 1 minus 3n by 9 എന്ന് കിട്ടും. ഇതായിരിക്കും നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? 9ാമത്തെ ചോദ്യം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. അടുത്ത് നോക്കൂ. 10ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് 10th term and nth term of the geometric progression. 5, 25, 125 എക്സെട്ര അങ്ങനെ പോകുന്ന ടേമിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 5 ആണ്. കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ 25/5 ആണ്. എത്ര കിട്ടും? 5 എന്ന് കിട്ടും അല്ലെ. നമുക്ക് വേണ്ടത് 10th ടേം A10 എന്ന് പറഞ്ഞാൽ AR raised to 9 എന്നാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 into 5 raised to 9. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 raised to 10 എന്ന് വരും. ഇനി n കണ്ടുപിടിക്കണം. nth ടേം AR raised to n minus 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 into 5 raised to n minus 1. എന്താ കിട്ടുക? 5 raised to n എന്നാണ് കിട്ടുക nth ടേം. ക്ലിയർ അല്ലേ? 2 മാർക്കിന്റെ ചോദ്യമാണ് ഇത്. അടുത്തത് 11ാമത്തെ ചോദ്യം. If the numbers 1/4 x4 are 3 consecutive terms of the GP, find the value of x. 4 consecutive terms പറയുമ്പോൾ second term by first term equal to third term by second term ആയിരിക്കും. ശരിയല്ലേ? That is equal to x by 1/4 equal to 4 by x ആയിരിക്കും. ഈ 4 നമുക്ക് മുകളിലോട്ട് കൊണ്ടുപോകാം.
4x ഈക്വൽ ടു 4/x എന്ന് കിട്ടും. 4 കട്ട് ചെയ്ത് അങ്ങോട്ട് ക്രോസ് ചെയ്താൽ x സ്ക്വയർ ഇസ് ഈക്വൽ ടു 1, x ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 വരും അല്ലെ. എക്സിന്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 1 ആണ്. ഓക്കെ, 11ാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്തത്. 12ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിന്റെ ആൻസർ എന്താ വരിക? 5/9 ഇൻറ്റു 10 റേസ് ടു 10 മൈനസ് 10 റേസ് ടു n 10 ഇൻറ്റു 10 റേസ് ടു n മൈനസ് 1/9 മൈനസ് n എന്നാണ് വരിക അല്ലെ. ഇതാണ് ഇതിന്റെ ഉത്തരം വരിക. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ 50/81 ഇൻറ്റു 10 റേസ് ടു n മൈനസ് 1 മൈനസ് 5n/9 എന്നായിരിക്കും ഉത്തരം വരിക. 4 മാർക്കിന്റെ ചോദ്യമാണ്. ഇത്ര എഴുതിയാൽ പോരാ, നിങ്ങൾ കംപ്ലീറ്റ് ആ പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അടുത്തത് 13ാമത്തെ ചോദ്യം നോക്കിക്കേ. എന്താ 13ാമത്തെ ചോദ്യം വരിക? കോമൺ റേഷ്യോ 4 8/3 16/9 അല്ലെ. അപ്പൊ സെക്കൻഡ് ടേം 8/3/4 ചെയ്താൽ മതി. 8/3/4 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 8/3 ഇൻറ്റു 1/4 വരും അല്ലെ. കട്ട് ചെയ്ത് കളയുമ്പോൾ 2 എന്ന് കിട്ടും. അപ്പൊ 2/3 ആണ് ഇവിടുത്തെ കോമൺ റേഷ്യോ. കറക്റ്റ് ആണെന്ന് അറിയാൻ 8/3യുടെ കൂടെ 2/3 മൾട്ടിപ്ലൈ നോക്കിയേ എന്താ കിട്ടുക? 16/9 അല്ലെ. തേർഡ് ടേം കിട്ടുന്നുണ്ട്. അപ്പോൾ 2/3 ആണ് ആൻസർ, കോമൺ റേഷ്യോ. ഓക്കെ, 14ാമത്തെ ചോദ്യം നോക്കൂ. ദ സം ഓഫ് ടേംസ് ഓഫ് GP is 315. whose first term and common ratio are 5 and 2 respectively. Find the last term and the number of terms. A എന്ന് പറയുന്നത് 5 ആണെന്നും കോമൺ റേഷ്യോ എന്ന് പറയുന്നത് 2 ആണെന്നും തന്നിട്ടുണ്ട്. ഇനി സം നമ്പേഴ്സിന്റെ സം, അതായത് കുറച്ച് എണ്ണം സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് SN എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്? 315 തന്നിട്ടുണ്ട്. SN നമുക്ക് എങ്ങനെ എഴുതാം? A ഇൻറ്റു R റേസ് ടു n മൈനസ് 1/R-1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 315. A മാറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. 5 ഇൻറ്റു 2 റേസ് ടു n ബൈ മൈനസ് 1, 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1, 315. അപ്പൊ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തോളൂ. 2 റേസ് ടു n മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 315/5 63 കിട്ടും അല്ലെ. അപ്പൊ 2 റേസ് ടു n ഇസ് ഈക്വൽ ടു ഈ 1 ഇങ്ങോട്ട് കൊണ്ടുപോയാൽ 63 പ്ലസ് 1 64. അപ്പോൾ 2 റേസ് ടു n 64 ആണ്. 64 നമുക്ക് എങ്ങനെ എഴുതാം? 2 റേസ് ടു 6 എന്ന് എഴുതാം അല്ലെ. അപ്പൊ n എന്ന് പറഞ്ഞാൽ എന്ത് വരും? 6 ആയിരിക്കും. അപ്പോൾ ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 6th ടേം ആണ്. നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ 6 ടേംസ് ആണുള്ളത്. ഓക്കെ, സമ്മ് 315 കിട്ടാൻ. അപ്പൊ ലാസ്റ്റ് ടേം നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് A6 എന്ന് പറഞ്ഞാൽ AR റേസ് ടു 5 അല്ലെ. A എന്ന് പറയുന്നത് 5 ആണ്. R എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 റേസ് ടു 5 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 32 എന്ന് കിട്ടും. അത് 160 ആണ്. ശരിയല്ലേ? ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് നമ്മുടെ സീക്വൻസ് ആൻഡ് സീരീസിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചുള്ള ചോദ്യങ്ങൾ. ഇത് മാത്രം പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ബാക്കി വീഡിയോസ് ഒക്കെ നമ്മൾ പ്ലേലിസ്റ്റിൽ നോക്കുക. +1 റിവിഷൻ എന്നുള്ള ഒരു പ്ലേലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. അത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.